കൃഷ്ണനെ കൊല്ലുവാൻ ശ്രമിച്ച പൂതനയുടെ കഥ അറിയാമോ? പൂർവ്വജന്മത്തിൽ ചക്രവർത്തിയായിരുന്ന മഹാബലിയുടെ മകളായ രത്നമാല ആയിരുന്നു പൂതന. അവതാര ഉദ്ദേശം പൂർത്തീകരിക്കാനായി മഹാബലിയുടെ കൊട്ടാരത്തിൽ എത്തിയതായിരുന്നു വാമനൻ. അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ മഹാബലിക്കൊപ്പം രത്നമാലയും എത്തിയിരുന്നു. സുന്ദരനായ ബാലനെ കണ്ടപ്പോൾ അവൾക്ക് ഒരു മോഹം തോന്നി, ഇങ്ങനെ ഒരു പുത്രനെ മുലയൂട്ടുവാൻ. രത്നമാലയുടെ ആഗ്രഹം മനസ്സിലാക്കിയ വാമനരൂപിയായ നാരായണൻ ദ്വാപര യുഗത്തിൽ ആഗ്രഹം സാധിക്കുമെന്നു അനുഗ്രഹിച്ചു. മധുര രാജാവായ കംസന്റെ പത്നിയായ അസ്ഥിയുടെ ദാസിയായിരുന്നു പൂതന. കംസന്റെ ആജ്ഞ പ്രകാരം കൃഷ്ണനെ വധിക്കാൻ അതിസുന്ദരിയായ ഒരു സ്ത്രീയായി അമ്പാടിയിൽ എത്തി പൂതന. പതുക്കെ പൂതന നന്ദഗോപരുടെ ഗൃഹത്തിൽ പ്രവേശിച്ചു. യശോദയും രോഹിണിയും നോക്കി നിൽക്കെ തന്നിലെ മാതൃസ്നേഹം മൂലം കൃഷ്ണനെ വാരിയെടുത്ത് മുല കൊടുക്കുവാനായി ആരംഭിച്ചു. തുടർന്ന് താൻ വന്ന കാര്യം ഓർമ്മിച്ച് തന്റെ രാക്ഷസീയ ഭാവത്തിൽ വിഷം പുരട്ടിയ പാല് കൊടുത്തു. എന്നാൽ പാൽ കുടിച്ചിട്ടും മതിയാവാത്ത ഉണ്ണിക്കണ്ണൻ പൂതനയുടെ രക്തം വരെ ഊറ്റിക്കുടിച്ചു. കുഞ്ഞ് തന്റെ രക്തവും കുടിക്കുന്നത് മനസ്സിലാക്കിയ പൂതന കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോവാൻ നോക്കി. എങ്കിലും അതിനോടകം മരിച്ചു വീണു. നന്ദഗോപർ ആചാരപ്രകാരം പൂതനയുടെ ശരീരത്തിന് ശേഷക്രിയകൾ ഒക്കെ ചെയ്തു. അങ്ങനെ വേദന ഒക്കെ മറന്നു പൂതന വിഷ്ണു ചൈതന്യത്തിൽ ലയിച്ചു.